വെൽക്കം ടു ഓൾ. നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ദ ഷെയർ ഓഫ് എ കമ്പനി ആർ സെല്ലിംഗ് അറ്റ് 80 per share and the company had paid a dividend of 8 per share last year. The investors expect a growth rate of 5% per year. ഇവിടെ കമ്പനിയുടെ സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട് 80 ആണെന്ന്, ഡിവിഡൻഡ് തന്നിട്ടുണ്ട്, ലാസ്റ്റ് ഇയറിൽ പേ ചെയ്യുന്ന ഡിവിഡൻഡ് തന്നിട്ടുണ്ട് 8 per share ആണ്. ഇൻവെസ്റ്റർ എക്സ്പെക്ട് ചെയ്യുന്ന ഗ്രോത്ത് റേറ്റ് തന്നിട്ടുണ്ട് 5% per annum ആണെന്ന് തന്നിട്ടുണ്ട്. ഇത്ര ഇൻഫോർമേഷൻസ് തന്നിട്ട് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇക്വിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. ഇവിടെ ഗ്രോത്ത് റേറ്റ് ഉള്ള കാരണം തന്നെ നമുക്കറിയാം, നമ്മൾ ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ് ആണ് യൂസ് ചെയ്യുക. അതിന്റെ ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ D1 ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് പ്ലസ് G ആണ്. അതിനകത്ത് D1 എന്ന് പറയുന്നത് നമുക്കറിയാം, ഒന്നില്ലെങ്കിൽ ഡിവിഡൻഡ് പെയ്ഡ് അറ്റ് ദ ഇയർ എൻഡഡ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ ഡിവിഡൻഡ് ആണ് ഈ D1 എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ലാസ്റ്റ് ഇയർ പേ ചെയ്ത ഡിവിഡൻഡ് ആണ് തന്നിരിക്കുന്നത്, അതായത് D0 ആണ് തന്നിരിക്കുന്നത് 8. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, D1 കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാനുള്ള ഫോർമുല ആസ് വി നോ D1 ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് പ്ലസ് G ആണ്. അതിനകത്ത് D1 കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം എന്താണ്, D0 ഇൻറ്റു 1 പ്ലസ് G ആണ്. ഇവിടെ നമുക്ക് ലാസ്റ്റ് ഇയർ ഡിവിഡൻഡ് തന്ന കാരണം വി ഹാവ് ടു കാൽക്കുലേറ്റ് D1. അപ്പൊ D1 കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എന്താണ്, D0 ഇൻറ്റു 1 പ്ലസ് G ആണ്. അതിനകത്ത് D0 എന്ന് പറയുന്നത് എന്താണ്, 8 ആണ് ലാസ്റ്റ് ഇയർ ഡിവിഡൻഡ്. 8 ഇൻറ്റു 1 പ്ലസ് G, ഗ്രോത്ത് റേറ്റ് എത്രയാണ്, 5% ആണ് ഗ്രോത്ത് റേറ്റ് പെർ ഇയർ. സോ എന്താണ്, 8 ഇൻറ്റു 1.05. So we will get D1 8.40 എന്ന് നമുക്ക് D1 കിട്ടും. അപ്പോ ലാസ്റ്റ് ഇയർ ഡിവിഡൻഡ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെങ്കിൽ ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ് ചെയ്യുമ്പോൾ we have to calculate D1. D1 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല D0 ഇൻറ്റു 1 പ്ലസ് G. ഇനി ക്വസ്റ്റിനകത്ത് ഓൾറെഡി ദിസ് ഇയർ ഡിവിഡൻഡ് അറ്റ് ദ എൻഡ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ ഡിവിഡൻഡ് ആണെങ്കിൽ പിന്നെ വീണ്ടും നമ്മൾ D1 കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ബിക്കോസ് ഇറ്റ് ഇൻഡിക്കേറ്റ് D1. D1 എന്ന് പറഞ്ഞാൽ ഈ ഇയറിലെ എൻഡിലെ ഡിവിഡൻഡ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിലെ ഡിവിഡൻഡ് ആണ് ഈ D1 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വി ഗെറ്റ് D1 8.40. ഇനി വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണാനുള്ള ഫോർമുല എന്താണ്, D1 ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് പ്ലസ് മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100 പ്ലസ് G ആണ്. അപ്പൊ D1 എത്രയാണ്, 8.40 കാൽക്കുലേറ്റ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്, 80 ഇൻറ്റു 100 പ്ലസ് G എത്രയാണ്, 5% ആണ് ഗ്രോത്ത് റേറ്റ്. അപ്പൊ പ്ലസ് 5%. അപ്പൊ എത്ര വരിക, 8.40 ഇൻറ്റു 80 ഇൻറ്റു 100 പ്ലസ് 5% എന്ന് പറയുമ്പോൾ 0.05 വിൽ ബി ഈക്വൽ ടു 15.5% ആണ്. ഇനി നമ്മളോട് ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് ഇതിനകത്ത്. ഇഫ് ദ എക്സ്പെക്ടഡ് ഗ്രോത്ത് റേറ്റ് ഈസ് 7% per annum, കാൽക്കുലേറ്റ് ദ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ. ഇപ്പൊ എന്താണ്, ഗ്രോത്ത് റേറ്റ് 7% ആയിരുന്നെങ്കിൽ what will be the market price per share? So growth rate ഉള്ള കാരണം ഫോർമുല എന്താണ്, cost of equity will be equal to D1 divided by market price plus G. നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മാർക്കറ്റ് പ്രൈസ് ആണ്. G തന്നിട്ടുണ്ട് 7% ആണെന്ന്. അപ്പൊ എന്താണ്, G എന്ന് പറയുന്നത് 7%. അപ്പൊ എന്താണ് അതിന്റെ പിന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്, മാർക്കറ്റ് പ്രൈസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇത് കിട്ടണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ Gനെ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ KE മൈനസ് G വിൽ ബി ഈക്വൽ ടു എന്താണ്, D1 ബൈ മാർക്കറ്റ് പ്രൈസ്. നമുക്ക് വേണ്ടത് എന്താണ്, മാർക്കറ്റ് പ്രൈസ് ആണ്. അപ്പൊ KE മൈനസ് G വിൽ ബി ഈക്വൽ ടു D1 ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ്. അപ്പൊ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്, മാർക്കറ്റ് പ്രൈസ് വിൽ ബി ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ D1 ഡിവൈഡഡ് ബൈ KE മൈനസ് G. സമത്തിന്റെ അപ്പുറത്തേക്കുള്ളത് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് കൊണ്ടുവരിക, ഇത് അങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ മാർക്കറ്റ് പ്രൈസ് വിൽ ബി ഈക്വൽ ടു D1 ഡിവൈഡഡ് ബൈ KE മൈനസ് G എന്ന് ആയിട്ടുണ്ടാവും. അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്, D1 ഡിവൈഡഡ് ബൈ
KE മൈനസ് G ആണ്. അപ്പൊ അതിനകത്ത് D1 എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അവിടെ വി ഹാവ് D0. ഇവിടെ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് 5% ഗ്രോത്ത് റേറ്റ് ഉള്ളപ്പോഴാണ്. ഇവിടെ 7% ഗ്രോത്ത് റേറ്റ്. സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് D1. അപ്പൊ D1 എന്താണ്? 8 into ഇവിടെ ഗ്രോത്ത് റേറ്റ് 7% ആണ്. 8 into 1 plus G എത്രയാണ്? 7%. അതായത് 0.07 ആണ്. അപ്പൊ 1 plus 0.07, 8 into 1.07 will be equal to 8.56 ആയിരിക്കും D1. ഇവിടെ 7% ഗ്രോത്ത് റേറ്റ് ആയ കാരണം we have to recompute D1, കാരണം ഇവിടെ സിറ്റുവേഷൻ മാറി. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മാർക്കറ്റ് പ്രൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഫോർമുല ഓൾറെഡി നമ്മളത് ഡിറൈവ് ചെയ്തു, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയിട്ട്. അത് എങ്ങനെയാന്ന് മനസ്സിലായില്ലേ? ഈ ജീനെ അങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ പ്ലസ് ഉള്ളത് ഈക്വൽ ടുന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ KE മൈനസ് G വിൽ ബി ഈക്വൽ ടു D1 by MP ആയി. നമുക്ക് വേണ്ടത് MP ആണ്. അപ്പൊ MP അങ്ങോട്ട് പോകുമ്പോൾ D1 by ഈ KE മൈനസ് G എന്നുള്ളത് ഇങ്ങോട്ട് വന്നു. അപ്പൊ D1 by KE മൈനസ് G എന്നായി. നമ്മളത് അപ്ലൈ ചെയ്യാം. D1 എത്ര കണ്ടുപിടിച്ചേക്കണത്? ശ്രദ്ധിക്കുക, തെറ്റിയിട്ട് ഇതെടുത്ത് എഴുതരുത്. ബിക്കോസ് ഇവിടെ ഗ്രോത്ത് റേറ്റ് 7% ആണ്. സോ ഇവിടെ ഓൾറെഡി നമ്മൾ 7% വെച്ചിട്ട് D1 വെച്ചിട്ട് D1 കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 8.56 ഡിവൈഡ്. KE എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്. അപ്പൊ കഴിഞ്ഞ കൊല്ലം വരെയുള്ളതാണല്ലോ നമ്മൾ കൺസിഡർ ചെയ്യുക. എത്രയാണ്? 15.5% നമ്മൾ ആദ്യത്തെ ഘട്ടത്തിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. അപ്പൊ 15.5% എന്ന് പറയുമ്പോൾ 15.5/100, അതായത് 0.155 മൈനസ് G എന്ന് പറയുന്നത് ഗ്രോത്ത് റേറ്റ് എത്രയാണ്? 7%. 0.07, 8.56 divided by 0.155 minus 0.07 എത്രയാണ്? 100.7 ആണ്. ഇവിടെ ഒരു വ്യത്യാസവും ഇല്ല. ആ MP കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമ്മളൊന്ന് പഠിക്കണം എന്ന് മാത്രം. അത് പഠിക്കൊന്നും വേണ്ട. ഈ ഫോർമുല അറിയാമെങ്കിൽ ഈസിലി വി ക്യാൻ ഡിറൈവ് ഇറ്റ്. KE മൈനസ് G will be equal to D1 by MP. So MP will be equal to D1 divided by KE minus G. ഈ KE എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്. സോ അത് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 15.5%. എപ്പോഴും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി റിമൈൻ കോൺസ്റ്റന്റ് എന്നൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഫോർമുലാസ് ഒക്കെ എന്താണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ കഴിഞ്ഞ കൊല്ലത്തെ ഇക്വിറ്റി തന്നെ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി തന്നെ ആയിരിക്കും ഇക്വലും. സോ 15.5% ഇവിടെ ഇട്ടു. D1 നമ്മൾ 7% വെച്ചിട്ടുള്ള കാൽക്കുലേറ്റ് ചെയ്തു. 8.56 ഡിവൈഡഡ് ബൈ 0.155 മൈനസ് 0.07 വിൽ ബി ഈക്വൽ ടു 100.7 ആണ്. ഇനി നമുക്ക് വേറൊരു മെത്തേഡ് എന്നുള്ളത് ഡിവിഡൻഡ് ഗ്രോത്ത് അറ്റ് ഡിഫറെന്റ് റേറ്റ് ആണ്. സ്റ്റെപ്ഡ് അപ്പ് ഗ്രോത്ത് ഇൻ ഡിവിഡൻഡ്. അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് വ്യത്യസ്ത റേറ്റിലാണ് അത് ഡിവിഡൻഡ് ഗ്രോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് D1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് KE പ്ലസ് D2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് KE ഓൾ സ്ക്വയർ പ്ലസ് എത്ര n ഉണ്ടോ അത് പ്ലസ് DN ഡിവൈഡഡ് ബൈ 1 പ്ലസ് KE ഓൾ റൈസ് ടു n പ്ലസ് PN ഡിവൈഡഡ് ബൈ 1 പ്ലസ് KE ഓൾ റൈസ് ടു n. ഇവിടെ ഒന്നുമില്ല, നമുക്ക് ഡിവിഡൻഡ് തന്നിട്ടുണ്ടാവും. ഇപ്പൊ ഈ എക്സാമ്പിളിൽ തന്നിരിക്കുന്നത് പോലെ ഇക്വിറ്റി ഷെയർ ഓഫ് എ കമ്പനി ആർ കറന്റ്ലി സെല്ലിംഗ് അറ്റ് 134 each. ഇറ്റ് ഈസ് കറന്റ്ലി പേയിങ് എ ഡിവിഡൻഡ് ഓഫ് 3.50. കറന്റ് ഡിവിഡൻഡ് ആണ് തന്നിരിക്കുന്നത്, അതായത് D0. The dividend is expected to grow at 15% for 6 years and 8% thereafter. അതായത് ഡിഫറെന്റ് റേറ്റുകൾ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡിവിഡൻഡ് ആണ്. 3.50 ആണ് D0. അപ്പോ 16 കൊല്ലം വരെ 15% ഗ്രോത്ത് റേറ്റ് വെച്ചിട്ട് D1, D2, D3, D4, D5 കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം 6 കൊല്ലം വരെ. അതിനുശേഷം 6 കൊല്ലത്തിന് ശേഷം എന്ത് ചെയ്യുക? 8% വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ അത് അങ്ങനെയുള്ള ഒരു പ്രോബ്ലം ആണ്. നമുക്ക് വേറെ ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ആ മെത്തേഡ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കണു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ആ മെത്തേഡ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ മെത്തേഡ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.